കർദിനാൾമാരോട് കടക്ക് പുറത്ത് എക്സ്ട്രാ ഓമിനൻസ്. വളരെ രസകരമായ, വളരെ കൗതുകകരമായ ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണല്ലോ ആഗോള കത്തോലിക്കാ സഭയുടെ തലവന് വേണ്ടിയുള്ള, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ കോൺക്ലേവിൻ്റെ മീറ്റിംഗ്. സഭയുടെ പരമോന്നത അധികാരിയെ തിരഞ്ഞെടുക്കാൻ പരിശുദ്ധ അരൂപിയിൽ ഒന്നിച്ചുകൂടുന്ന കർദിനാൾമാരുടെ സമ്മേളനം. പക്ഷേ നമുക്കറിയാം, ചരിത്രത്തിൽ കോൺക്ലേവുകളൊന്നും അത്ര ശുദ്ധമായിരുന്നില്ല. ഒത്തിരി മാനുഷികത അവിടെ കടന്നുകൂടി. എന്താ പറയുക, ഒരു രാഷ്ട്രീയ ഇൻഫിൽട്രേഷൻ ഉണ്ടായി. പക്ഷേ ഇതിലൂടെയെല്ലാം സഭ കടന്നുപോയി ഇവിടെ വരെ എത്തി. കർത്താവ് നല്ല ഇടയൻ സഭയെ കാത്തു പരിപാലിച്ചു എന്ന് വേണം പറയാൻ. ദൈവത്തിന് സ്തുതി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില രസകരമായ കാര്യങ്ങളുണ്ട്. ഈ കോൺക്ലേവ് കൂടും മുമ്പ് ഒരു പരിശുദ്ധ പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട്. എന്നാൽ ഈ കോൺക്ലേവിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി, ഈ മീറ്റിങ്ങിന് ശേഷം പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ്റെ തലവൻ, അതായത് അതിൻ്റെ മാസ്റ്റർ ഓഫ് ദി സെറമണി, അദ്ദേഹം കോൺക്ലേവ് നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നടത്തുന്ന ഒരു ഉജ്ജ്വല കമാൻഡാണിത്. എക്സ്ട്രാ ഓമിനസ്, അതായത് എവരി വൺ ഔട്ട്, കടക്ക് പുറത്ത്, എല്ലാവരും പുറത്ത്, ഔട്ട്സൈഡ് ഓൾ. എക്സ്ട്രാ ഓമിനസ്. പ്രത്യക്ഷത്തിൽ ഒന്നേ ഉള്ളൂവെങ്കിലും ഇതിന് മറ്റൊരു നിർവചനം കൂടിയുണ്ട്. അതായത് എക്സ്ട്രാ ഓമിനൻസ്, കടക്ക് പുറത്ത് എന്നുള്ളതിന് രണ്ടർത്ഥമാണുള്ളത്. ആദ്യത്തെ അർത്ഥം നമുക്കറിയാം, വോട്ടവകാശമുള്ളവർ മാത്രം അവിടെ തുടർന്നാൽ മതി എന്നുള്ളത്. രണ്ടാമത്തേത് ഇങ്ങനെയാണ്, വോട്ട് ചെയ്യാൻ അതിന് അവകാശമുള്ള അകത്തേക്ക് പ്രവേശിക്കുന്ന കർദിനാൾമാരോട് പറയുകയാണ്, അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്നും ദൈവികത അല്ലാത്തതെല്ലാം പുറത്തു പോകണം. നിങ്ങൾക്കിനി ന്യൂസിനോട് ബന്ധമില്ല, ഫോണിനോട് ബന്ധമില്ല, കടക്ക് പുറത്ത് ദൈവികത അല്ലാത്ത എല്ലാം പുറത്തു പോയി ബാക്കിയുള്ള മാനുഷികത അകത്തേക്ക് വരണം. ഒപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെയുള്ള കർമ്മങ്ങളിൽ കൂടെ നിന്ന കോൺക്ലേവിൽ പ്രവേശിക്കാൻ അവകാശമില്ലാത്ത എല്ലാവരും സ്റ്റോപ്പ് ദെയർ, അവിടെ വെച്ച് നിർത്തുക. ഇനി അവർക്ക് അകത്ത് പ്രവേശിക്കുവാൻ അവിടെ തുടരുവാൻ അവകാശമില്ല. കടക്ക് പുറത്ത്. അപ്പോൾ ഈ കടക്ക് പുറത്ത് എന്നുള്ളത് ശരിക്കും കേരളത്തിൽ മാത്രം പറഞ്ഞു കേട്ട ഒന്നല്ല കേട്ടോ. ഈ കമാൻഡിന് ശേഷം വോട്ടവകാശമുള്ള കർദിനാൾമാർ ഒഴികെ, തെരഞ്ഞെടുപ്പിൽ സ്ഥാനമുള്ളവർ ഒഴികെ മറ്റെല്ലാവരും പുറത്തേക്ക് പോകുന്നു. എല്ലാവരും പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ചാപ്പലിൻ്റെ വാതിൽ അകത്ത് നിന്ന് ക്ലോസ് ചെയ്യുന്നു. പിന്നീട് ഇനി അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ രഹസ്യം സൂക്ഷിക്കുമെന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകുമെന്നും പ്രതിജ്ഞ ചെയ്ത് അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പ്രവേശിക്കുന്നു. ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാൻ 10-ാം അധ്യായം 9-ാം വാക്യം, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവൻ അകത്ത് വരികയും പുറത്ത് പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തുതി.